നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും പുതുവത്സരാശംസകൾ. ഞാൻ ശാലിനി. പ്രധാന വാർത്തകൾ. പുതുവർഷ പുലരിക്ക് മണിക്കൂറുകൾ മാത്രം. ഓർമ്മകൾ ബാക്കിയാക്കി 2025 വിട പറയുന്നു. കോട്ടയം ജില്ലയ്ക്ക് ഇത് സമ്മിശ്രം. നാഗ്പൂരിലെ മലയാളി വൈദികരുടെ അറസ്റ്റ് അപലപിച്ചും പ്രതിഷേധം ഉയർത്തിയും കേരളത്തിലെ ക്രൈസ്തവ സഭകൾ ആക്രമണങ്ങൾ അപലപനീയമെന്ന് പരിശുദ്ധ ബസേലിയോസ് മാർത്തോമാ മാത്യൂസ് തൃതീയൻ കാത്തോലിക്ക ബാവ. ചെറുവള്ളി പള്ളിപ്പടിക്ക് സമീപം KSRTCയുടെ വിനോദയാത്രാ ബസ് ഓടുന്നതിനിടെ കത്തി നശിച്ചു. യാത്രക്കാരെല്ലാം സുരക്ഷിതർ. അഗ്നിക്കിരയായത് മലപ്പുറത്തു നിന്നും ഗവിക്ക് പോയ വാഹനം. നേട്ടങ്ങളുമായി MG സർവകലാശാല 1,61,00,000 രൂപയുടെ 2 ഗവേഷണ പദ്ധതികൾ കരസ്ഥമാക്കി. പ്രമേഹ രോഗികളുടെ മുറിവുണക്കൽ മാർഗങ്ങളിൽ നിർണായകമാകുന്ന പദ്ധതിക്കും തുക. വാർത്തകൾ വിശദമായി. ഓർമ്മകൾ ബാക്കിയാക്കി 2025 കടന്നുപോകുന്നു. കോട്ടയം ജില്ലയെ സംബന്ധിച്ചിടത്തോളം നേട്ടങ്ങൾ കൊണ്ടും കോട്ടങ്ങൾ കൊണ്ടും സമ്മിശ്രമായിരുന്നു ഈ വർഷം. നാടിനെ നടുക്കിയ സംഭവങ്ങളും പലതും ഉണ്ടായിരുന്നു. ഓർമ്മകൾ ബാക്കിയാക്കി 2025 വിട പറയുന്നു. കോട്ടയം ജില്ലയെ സംബന്ധിച്ചിടത്തോളം നേട്ടങ്ങളുടെയും അത്ര തന്നെ കോട്ടങ്ങളുടെയും വർഷമായിരുന്നു ഇത്. ഓർമ്മകളുടെ ഏടിലേക്ക് മാറിപ്പോകുന്ന ജില്ലയിലെ ചില പ്രധാന സംഭവങ്ങളിലൂടെ ഒരിക്കൽ കൂടി കടന്നുപോകുകയാണ് നാം. ഇന്ത്യയിലെ അതിദരിദ്രരില്ലാത്ത ആദ്യ ജില്ലയായി കോട്ടയത്തെ പ്രഖ്യാപിച്ചതാണ് ജില്ലയ്ക്ക് എടുത്തു പറയാവുന്ന നേട്ടം. കേരളത്തെ പൂർണ്ണമായി അതിദരിദ്രമുക്തമാക്കുന്നതിന്റെ ആദ്യപടിയായിട്ടായിരുന്നു കോട്ടയത്തിന്റെ നേട്ടം. മന്ത്രി MB രാജേഷ് ആയിരുന്നു പ്രഖ്യാപനം നടത്തിയത്. നേട്ടങ്ങളുടെ പട്ടികയിൽ ഇനി പറയാനുള്ളത് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രി നേടിയെടുത്ത നേട്ടങ്ങളാണ്. ഡൽഹി എയിംസിന് ശേഷം സർക്കാർ മേഖലയിൽ ശ്വാസകോശം മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ ആദ്യമായി നടത്തിയ സർക്കാർ ആശുപത്രിയായി കോട്ടയം മെഡിക്കൽ കോളേജ്. ഹൃദയം, വൃക്ക, ശ്വാസകോശം എന്നിവ ഒരേ ദിവസം മാറ്റിവെച്ച ആശുപത്രി എന്ന നേട്ടവും കോട്ടയം മെഡിക്കൽ കോളേജിലാണ്. കാർഷിക രംഗത്ത് മാറ്റങ്ങൾ സൃഷ്ടിച്ച് ഡ്രോൺ ഉപയോഗിച്ച് ജില്ലയിൽ നെൽവിത്ത് വിതച്ചതും 2025 കരൂർ തൊടിയോടി പാടശേഖരത്താണ് 70 ഏക്കർ സ്ഥലത്ത് വിത്ത് വിതച്ചത്. കുമരകംകാരുടെ വർഷങ്ങളായുള്ള സ്വപ്നം പൂവണിഞ്ഞതും 2025 യാത്രാക്ലേശത്തിന് പരിഹാരമായാണ് കോണത്താറ്റ് പുതിയ പാലം തുറന്നത്. കോട്ടയം റബ്ബർ ഗവേഷണ കേന്ദ്രം സ്വന്തമായി റബ്ബർ പാലിൽ നിന്നും പുതിയ പെയിന്റ് വികസിപ്പിച്ചെടുത്തതും 2025 തന്നെ. 1.5 വർഷമായി റബ്ബർ ബോർഡിന് കീഴിലുള്ള റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയുടെ നേതൃത്വത്തിൽ നടത്തിയ ഗവേഷണങ്ങൾക്കൊടുവിലാണ് റബ്ബർ പാലിൽ നിന്നും ഉയർന്ന ഗുണമേന്മയുള്ള പെയിന്റ് ഉൽപ്പാദിപ്പിച്ചത്. ഭദ്രം എന്ന പേരിലിറക്കിയ പെയിന്റ് മന്ത്രി VN വാസവനാണ് ഉദ്ഘാടനം ചെയ്തത്. ശബരിമല സന്ദർശനത്തിന് എത്തിയ രാഷ്ട്രപതി ദ്രൗപദി മുർമു പാലാ സെന്റ് തോമസ് കോളേജിന്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷത്തിൽ പങ്കെടുത്തതും കുമരകം സന്ദർശിച്ചതും 2025 ഒക്ടോബർ മാസത്തിലായിരുന്നു. കോട്ടയം മൂലേടം റെയിൽവേ മേൽപ്പാലം ആധുനിക നിലവാരത്തിൽ നവീകരിച്ച് ഗതാഗതത്തിന് തുറന്നതും 2025 1/2 കിലോമീറ്ററാണ് മേൽപ്പാലത്തിന്റെ ദൂരം. നിരവധി ദുഃഖ സംഭവങ്ങളും 2015 കോട്ടയം ജില്ല സാക്ഷ്യം വഹിച്ചു. കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ സർജിക്കൽ വാർഡിന്റെ ദുർബലമായ ശുചിമുറി കെട്ടിടം ഇടിഞ്ഞു വീണ് വീട്ടമ്മയ്ക്ക് ദാരുണാന്ത്യം സംഭവിച്ചത് ജില്ലയ്ക്ക് ഒരിക്കലും മറക്കാനാവാത്ത അപകടമാണ്. കെട്ടിട അവശിഷ്ടങ്ങൾക്കിടയിൽപ്പെട്ട് തലയോലപ്പറമ്പ് സ്വദേശിനി ബിന്ദു എന്ന വീട്ടമ്മയാണ് മരിച്ചത്. തിരുനക്കര ഇന്ദ്രപ്രസ്ഥം ഓഡിറ്റോറിയം ഉടമ തിരുവാതുക്കൽ ശ്രീവത്സം വീട്ടിൽ TK വിജയകുമാർ, ഭാര്യ ഡോക്ടർ മീര എന്നിവർ കിടപ്പുമുറിയിൽ വെട്ടേറ്റ് മരിച്ചതും 2025 സംഭവത്തിൽ വീട്ടിലെ മുൻ ജീവനക്കാരൻ അസം സ്വദേശി അമിത് തുറാങ് പിടിയിലായി. മുത്തോലി പഞ്ചായത്ത് മുൻ പ്രസിഡന്റും അഭിഭാഷകയുമായ അഡ്വക്കേറ്റ് ജിസ്മോൾ 2 പെൺകുഞ്ഞുങ്ങളുമായി പുഴയിൽ ചാടി ജീവനൊടുക്കിയത് ജില്ലയെ നടുക്കിയ സംഭവമാണ്. കുടുംബ പ്രശ്നമാണ് കാരണമായത്. ഏറ്റുമാനൂരിൽ കുടുംബ പ്രശ്നങ്ങളെ തുടർന്ന് അമ്മ 2 പെൺകുഞ്ഞുങ്ങളുമായി ട്രെയിനിന് മുന്നിൽ ചാടി മരിച്ചതും ജില്ലയ്ക്ക് മറക്കാൻ കഴിയില്ല. വടകര വീട്ടിൽ ഷൈനി, മക്കളായ അലീന, ഇവാന എന്നിവരാണ് മരിച്ചത്. അതിഥി തൊഴിലാളിയായ മുർഷിദാബാദ് സ്വദേശിനി അൽപ്പനയെ ഭർത്താവ് സോണി കൊന്നു കുഴിച്ചുമൂടിയതും ഈ വർഷമാണ്. അയർക്കുന്നത്ത് സംശയത്തിന്റെ പേരിലായിരുന്നു ഈ കൊലപാതകം. കൂടാതെ എണ്ണമില്ലാത്തത്ര അപകടങ്ങളും ജില്ലയിലുണ്ടായി. ശബരിമല തീർത്ഥാടകരുടെ വാഹനങ്ങൾ നിരവധി തവണ അപകടത്തിൽപ്പെട്ടു. ജില്ലയ്ക്ക് നാണക്കേടായി കോട്ടയം തിരുവഞ്ചൂരിൽ ആഭിചാരക്രിയയുടെ പേരിൽ യുവതിയെ ക്രൂരമായി മർദ്ദിച്ചതും പ്രധാന സംഭവമാണ്. സംഭവത്തിൽ യുവതിയുടെ ഭർത്താവും ഭർത്തൃപിതാവും മന്ത്രവാദിയും പിടിയിലായിരുന്നു. കോട്ടയം ജില്ലയിലെ ഏറ്റവും വലിയ രാസലഹരി വേട്ട നടന്നതും ഈ വർഷമാണ്. ഈരാറ്റുപേട്ട പനച്ചികപ്പാറയിൽ 100 ഗ്രാം MDMA-യുമായി 3 പേർ പിടിയിലായി. പനച്ചികപ്പാറ സ്വദേശി വിമൽ രാജ്, ഈരാറ്റുപേട്ട സ്വദേശി ജീമോൻ, തീക്കോയ് സ്വദേശി എബിൻ രാജ് എന്നിവരാണ് പിടിയിലായത്. ഡാൻസർ സംഘത്തിന്റെ പിടിയിലാണ് ഇവർ ആയത്. ചിലർക്കിത് നല്ല വർഷവും മറ്റു ചിലർക്ക് ഏറ്റവും മോശം വർഷവുമായാണ് 2025 കടന്നുപോകുന്നത്. 2026 എല്ലാവർക്കും നല്ല വർഷമായി തീരട്ടെ എന്ന പ്രത്യാശയോടെ ഏവർക്കും ഞങ്ങളുടെ ഹാപ്പി ന്യൂ ഇയർ.
ന്യൂസ് ഡെസ്ക് പൊൻകുന്നം. ക്രിസ്തീയ വിശ്വാസങ്ങൾക്കും ആരാധനകൾക്കും എതിരായി നടത്തുന്ന ആക്രമണങ്ങൾ അപലപനീയമാണെന്ന് പരിശുദ്ധ ബെസേലിയോസ് മാർത്തോമാ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ. മതേതര രാഷ്ട്രമായ ഇന്ത്യയിൽ ഏതു മതത്തിനും വിശ്വസിക്കാനും ആരാധിക്കാനും പ്രചരിപ്പിക്കാനുമുള്ള അവകാശം ഭരണഘടന ഉറപ്പു നൽകുന്നുണ്ടെന്നും ക്രൈസ്തവ സമൂഹത്തിന് നേരെ തുടർച്ചയായി ആക്രമണം ഉണ്ടാകുന്നത് ആശങ്ക ഉളവാക്കുന്നതാണെന്നും ബാവ കോട്ടയത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. എല്ലാ മതങ്ങൾക്കും ഒരുപോലെയുള്ള അവകാശമാണ് ഇന്ത്യൻ ഭരണഘടന നൽകുന്നത്. അതിന് വിപരീതമായി പ്രവർത്തിക്കുന്ന ആരായിരുന്നാലും ഒരു മനുഷ്യ സമൂഹത്തിന് തന്നെ അപമാനമാണെന്നുള്ളതിന് യാതൊരു സംശയമില്ല. അതിന് ഒത്താശ നൽകുന്ന ഏത് ഭരണാധികാരിയാണെങ്കിലും അദ്ദേഹം ഭരണഘടനയ്ക്ക് വിപരീതമായി പ്രവർത്തിക്കുന്നയാളാണ്. അത് ബോധ്യമായിക്കൊണ്ട് അദ്ദേഹം ഭരണഘടനയ്ക്ക് അനുകൂലമായി നിൽക്കുന്നുവെങ്കിൽ നിശ്ചയമായിട്ടും ഇത്തരത്തിലുള്ളതായിരിക്കുന്ന വിധ്വംസക പ്രവർത്തനങ്ങൾ, ഈ രാജ്യത്തിന് അപമാനമായി തീരുന്ന പ്രവർത്തനങ്ങൾ നിരോധിക്കാൻ കർശനമായ നടപടികൾ എടുക്കണം. അത് ഓർത്തഡോക്സ് സഭയുടെ മാത്രമല്ല, ഇവിടുത്തെ ക്രിസ്ത്യാനികളുടെ മാത്രമല്ല, എല്ലാ മതങ്ങളുടെയും പേരിലുള്ളതായിരിക്കുന്ന ആവശ്യമാണ്. ഒരു മതവും ഒരു മതത്തെ നിഗ്രഹിക്കാൻ പാടില്ല. എല്ലാ മതങ്ങളും ഒരുപോലെ ജീവിക്കണം എന്നുള്ളതാണ് നമുക്ക് പ്രത്യേകമായിട്ട് പറയാനുള്ളത്. തുടർച്ചയായി വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് ആശങ്കയോടെയാണ് സഭ വീക്ഷിക്കുന്നത്. നാഗ്പൂരിലെ വൈദികരുടെ അറസ്റ്റിനെ അപലപിച്ച് CSI സഭ. ക്രൈസ്തവ വിഭാഗങ്ങൾക്ക് നേരെയുണ്ടാകുന്ന ആക്രമണങ്ങൾക്ക് സർക്കാരിന്റെ മൗനാനുവാദമുണ്ടെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നതായി CSI മധ്യകേരള മഹായിടവക ബിഷപ്പ് ഡോക്ടർ മലയിൽ സാബു കോശിച്ചെറിയാൻ പറഞ്ഞു. ഭരണഘടന നൽകുന്ന സ്വാതന്ത്ര്യം ഹനിക്കുന്ന നടപടിയിൽ നിന്നും സർക്കാർ പിന്മാറണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ദൂരവ്യാപകമായി ക്രൈസ്തവ സമൂഹത്തെ തിരഞ്ഞുപിടിച്ച് അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യങ്ങളാണ് ഈ അടുത്ത കാലത്തുണ്ടായത്. 2 ദിവസം മുൻപ് ബഹുമാനമുള്ള ഉപരാഷ്ട്രപതി ലോക് ഭവനിൽ സഭാ മേലധ്യക്ഷന്മാരെ വിളിച്ചപ്പോൾ ബിഷപ്സ് കൗൺസിൽ സെക്രട്ടറി എന്ന നിലയിൽ ഞാനും അതിൽ പോയി പങ്കെടുക്കുകയും ഇപ്രകാരമുണ്ടാകുന്ന അതിക്രമങ്ങൾ, നോർത്ത് ഇന്ത്യയിൽ ക്രിസ്മസ് സമയങ്ങളിൽ ധാരാളം അതിക്രമങ്ങളുണ്ടായി, ആരാധന തടസ്സപ്പെടുത്തി. ഇതിനെയൊക്കെ ഈ സമയങ്ങളിലൊക്കെ ഗവൺമെൻറ്റും ഗവൺമെൻറ്റിന് നേതൃത്വം നൽകുന്ന രാഷ്ട്രീയ പാർട്ടിയും മൗനം പാലിച്ചു. ആ മൗനം എന്നത് ഇൻഡയറക്റ്റായി ഇതിനെ അനുകൂലിക്കുന്നു എന്ന് ജനങ്ങൾ സംശയിക്കുന്നു, സഭ അതിനെ അപ്രകാരം സംശയിക്കുന്നു. അതുകൊണ്ട് ഇതിനെതിരെ പ്രതികരിക്കണമെന്നും അന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടതാണ്. ഇപ്രകാരം ഗവൺമെൻറ് ഭരണഘടന നൽകുന്ന സ്വാതന്ത്ര്യം ഹനിക്കുന്ന നടപടികളിൽ നിന്ന് ഗവൺമെൻറ്റുകൾ പിന്മാറണമെന്നും കൗൺസിൽ ആവശ്യപ്പെടുന്നു. ചെറുവള്ളി പള്ളിപ്പടിക്ക് സമീപം KSRTCയുടെ വിനോദയാത്രാ ബസ് ഓടുന്നതിനിടെ കത്തിനശിച്ചു. ഇന്ന് പുലർച്ചെ 4 മണിയോടെയാണ് സംഭവമുണ്ടായത്. ബസ്സിലുണ്ടായിരുന്ന 28 പേരടങ്ങുന്ന യാത്രാസംഘം സുരക്ഷിതരാണ്. ചെറുവള്ളി പള്ളിപ്പടിക്ക് സമീപം ഓടിക്കൊണ്ടിരിക്കെ KSRTCയുടെ വിനോദസഞ്ചാര യാത്രാ ബസ് പൂർണ്ണമായും കത്തിനശിച്ചു. ഇന്ന് പുലർച്ചെ 4 മണിയോടെയായിരുന്നു സംഭവം. മലപ്പുറത്തു നിന്നും ഗവിയിലേക്ക് വിനോദയാത്രയ്ക്ക് പോയ ബസ്സാണ് പൂർണ്ണമായും കത്തിനശിച്ചത്. സ്ത്രീകളും കുട്ടികളും അടക്കം 28 പേർ ബസ്സിലുണ്ടായിരുന്നു. ഇവരെല്ലാം സുരക്ഷിതരാണ്. ഇന്നലെ രാത്രി 8 മണിക്കാണ് മലപ്പുറത്തു നിന്നും സംഘം പുറപ്പെട്ടത്. പുലർച്ചെ ചെറുവള്ളി പള്ളിപ്പടിയിലൂടെ കടന്നുപോയ ബസിന്റെ പുറകുവശത്തു നിന്നും പുകയും തീയും ഉയരുകയായിരുന്നു. പുറകെ എത്തിയ മറ്റൊരു ബസ്സിലെ ഡ്രൈവറാണ് വിവരം അറിയിച്ചതെന്ന് KSRTC ഡ്രൈവർ ജിഷാദ് പറഞ്ഞു. ഇത് യാത്രക്കാരെ പെട്ടെന്ന് പുറത്തിറക്കാനും ദുരന്തം ഒഴിവാക്കാനും സഹായിച്ചു. ഇന്നലെ രാത്രി മലപ്പുറത്ത് നിന്ന് പോകുന്നതാണ്. 8:30 മുന്നായിട്ട് പോകുന്നതാണ്. അത് കഴിഞ്ഞ് ഇവിടുത്തെ ഒരു പുക ഉയർന്നു കണ്ടിട്ട് വണ്ടി നിർത്തിയതാണ്. വണ്ടി നിർത്തി ആൾക്കാരെയൊക്കെ ഇറക്കി. അത് കഴിഞ്ഞിട്ട് ശേഷമാണ് പിന്നെ കത്തിപ്പടർന്നത്. ആൾക്കാർക്കാർക്കും പരിക്കുകളോ കാര്യങ്ങളോ ഒന്നുമില്ല. കാഞ്ഞിരപ്പള്ളിയിൽ നിന്നും ഫയർഫോഴ്സ് സ്ഥലത്തെത്തി തീയണച്ചെങ്കിലും ബസ് പൂർണ്ണമായും കത്തിപ്പോയി. പൊൻകുന്നം ഡിപ്പോയിൽ നിന്നും മറ്റൊരു ബസ് എത്തിച്ച് യാത്രക്കാരെ സുരക്ഷിതമായി ഗവിയിലേക്ക് കൊണ്ടുപോയി. മണിമലയിൽ നിന്നും പോലീസ് സംഘവും സ്ഥലത്തെത്തിയിരുന്നു. ഇന്ന് പകൽ 11:30 ബസ്സിൽ നിന്നും വീണ്ടും പുകയും തീയും ഉയർന്നു. വീണ്ടും ഫയർഫോഴ്സ് സംഘം സ്ഥലത്തെത്തി തീയണച്ചു. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. MG സർവകലാശാല 1,61 ലക്ഷം രൂപയുടെ 2 ഗവേഷണ പദ്ധതികൾ കരസ്ഥമാക്കി. പ്രമേഹ രോഗികളുടെ മുറിവുണക്കൽ മാർഗങ്ങളിൽ നിർണായകമാകുന്ന പദ്ധതിക്കും ഇതിൽ തുക ഉൾപ്പെടുത്തിയിട്ടുണ്ട്.
കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ സ്കീം ഫോർ പ്രൊമോഷൻ ഓഫ് അക്കാഡമിക് ആൻഡ് റിസർച്ച് കൊളാബറേഷൻ പദ്ധതിയിൽ 1.61 കോടി രൂപയുടെ 2 ഗവേഷണ പദ്ധതികൾ MG സർവകലാശാല കരസ്ഥമാക്കി. ഇന്ത്യയിലെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ലോകത്തെ പ്രമുഖ സർവകലാശാലകളും തമ്മിൽ അക്കാഡമിക് ഗവേഷണ സഹകരണം വളർത്തുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. ബയോ ആക്റ്റീവ് മറൈൻ പോളിസാക്കറൈഡുകൾ വേർതിരിക്കുന്നതിനുള്ള സുസ്ഥിര മാർഗങ്ങൾ വികസിപ്പിക്കുകയും പ്രമേഹ രോഗികളിലെ ഹൈഡ്രോജൽ അധിഷ്ഠിത മുറിവുണക്കൽ മാർഗങ്ങളിൽ പ്രായോഗികത പരീക്ഷിക്കുകയും ചെയ്യുന്നതാണ് 78.96 ലക്ഷം രൂപയുടെ ഒന്നാമത്തെ പദ്ധതി. സർവകലാശാല മുൻ വൈസ് ചാൻസലർ പ്രൊഫസർ സാബു തോമസ് മുഖ്യ ഗവേഷകനായും സ്കൂൾ ഓഫ് കെമിക്കൽ സയൻസസിലെ അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ MS ശ്രീകല സഹ മുഖ്യ ഗവേഷകയായും പ്രവർത്തിക്കും. വിദേശ ഗവേഷക സംഘത്തെ നയിക്കുന്നത് അമേരിക്കയിലെ അലബാമ സർവകലാശാലയിലെ പ്രൊഫസർ വിനോയ് തോമസ് ആണ്. രോഗനിർണയത്തിലും തുടർ ചികിത്സയിലും നിർണായകമായേക്കാവുന്ന അത്യാധുനിക തെറനോസ്റ്റിക് നാനോ മെറ്റീരിയലുകൾ വികസിപ്പിക്കുന്നതാണ് 82.12 ലക്ഷം രൂപയുടെ രണ്ടാമത്തെ പദ്ധതി. ഡോക്ടർ MS ശ്രീകല മുഖ്യ ഗവേഷകയാകും. പ്രൊഫസർ സാബു തോമസ് സഹ മുഖ്യ ഗവേഷകനായി പ്രവർത്തിക്കും. യൂണിവേഴ്സിറ്റി ഓഫ് സൗത്ത് ആഫ്രിക്കയിലെ പ്രൊഫസർ സാമുവൽ ഒലുവ ടോബി ഒലുവ ഫെമി വിദേശ ഗവേഷക സംഘത്തെ നയിക്കും. ന്യൂസ് ബ്യൂറോ, കോട്ടയം. ട്രാൻസ്പോർട്ട് വർക്കേഴ്സ് ഫെഡറേഷൻ CITUവിന്റെ നേതൃത്വത്തിൽ കോട്ടയത്ത് RT ഓഫീസിലേക്ക് മാർച്ച് നടത്തി. തിരുനക്കരയിൽ നിന്നാണ് മാർച്ച് ആരംഭിച്ചത്. കേന്ദ്ര സർക്കാർ വർദ്ധിപ്പിച്ച ഫിറ്റ്നസ് ഫീസ് പിൻവലിക്കുക, പാർട്ടി ഓഫീസിലെ സമയ നിയന്ത്രണം പിൻവലിക്കുക, ഡ്രൈവിംഗ് സ്കൂൾ തൊഴിലാളികളെ ജീവിക്കാൻ അനുവദിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് കോട്ടയം RT ഓഫീസിലേക്ക് കോൺഫെഡറേഷൻ ഓഫ് ട്രാൻസ്പോർട്ട് വർക്കേഴ്സ് ഫെഡറേഷൻ CITUവിന്റെ നേതൃത്വത്തിൽ മാർച്ചും ധർണയും നടത്തി. കോട്ടയം തിരുനക്കരയിൽ നിന്നാണ് മാർച്ച് ആരംഭിച്ചത്. ധർണ CITU ജില്ലാ കമ്മിറ്റി അംഗം CN സത്യനേശൻ ഉദ്ഘാടനം ചെയ്തു. 15 വർഷം കഴിയുന്ന വണ്ടി പൊളിച്ച് കളഞ്ഞേക്കണം, പിന്നെ റോഡിൽ ഇറക്കാൻ പാടില്ല എന്ന നിലയിലുള്ള നിയമവുമായിട്ടാണ് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ പലതിന്റെയും ഭരണസാധ്യതകൾ മുന്നോട്ട് വന്നത്. എന്നാൽ അതിന് കഴിയാത്ത രൂപത്തിലുള്ള സമര പ്രക്ഷോഭങ്ങളും നിസ്സഹകരണവും മറ്റു കോടതികളുടെ ഇടപെടലും ഒക്കെ അതുമായി ബന്ധപ്പെട്ട് ഉണ്ടാവുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ഫിറ്റ്നസ് ഫീസ് വർദ്ധിപ്പിച്ചുകൊണ്ട് 15 വർഷം എന്നുള്ളത് 20 വർഷമാക്കുവാനുള്ള ചില തീരുമാനങ്ങളാണ് അതുമായി ബന്ധപ്പെട്ട് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്കറിയാം, ഇന്ന് നമ്മൾ വിഷമിപ്പിക്കുന്ന മറ്റൊരു വാർത്ത പത്രങ്ങളിലെല്ലാം വന്നിട്ടുണ്ട്. അത് പെട്രോളിന്റെയും ഡീസലിന്റെയും ഒക്കെ വിലയെ സംബന്ധിച്ചുള്ള വാർത്തയാണ് വന്നിരിക്കുന്നത്. എന്താ വാർത്ത വന്നിട്ടുള്ളത്? ഒരു ബാരൽ ഡീസലിന് അല്ലെ പെട്രോളിന് ഉണ്ടായിരുന്ന വില, പെട്രോളിന്റെ വില ഏതാണ്ട് $80 ആയിരുന്നുവെങ്കിൽ അത് ഇപ്പോ വിപണിയിൽ $62 അതിന്റെ വില താങ്ങും. $80 ഉണ്ടായിരുന്നത് $62 താങ്ങപ്പോ ഇവിടുത്തെ വാഹനം ഓടിച്ച് ഉപജീവനം നടത്തുന്ന, വാഹനം ഉപയോഗിക്കുന്ന ആളുകൾക്ക് ഒരു നയാ പൈസയുടെ ഗുണമുണ്ടായോ? ചരക്ക് വാഹന സംസ്ഥാന കമ്മിറ്റി അംഗം PD ദിലീഷ് അധ്യക്ഷനായി. CITU ഏരിയ സെക്രട്ടറി സുനിൽ തോമസ്, സന്തോഷ് കുറ്റുവേലി തുടങ്ങിയവർ പ്രസംഗിച്ചു. കോട്ടയം ഏരിയയിലെ ഓട്ടോറിക്ഷ തൊഴിലാളികളും ധർണയിൽ അണിനിരന്നു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. കേന്ദ്ര സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങൾ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് ജീവനക്കാരും അധ്യാപകരും സായാഹ്ന ധർണ നടത്തി. കോട്ടയത്ത് ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിലായിരുന്നു ധർണ. FSCTUയുടെ നേതൃത്വത്തിൽ ജീവനക്കാരും അധ്യാപകരും ജില്ലാ താലൂക്ക് കേന്ദ്രങ്ങളിൽ സായാഹ്ന ധർണ നടത്തി. തൊഴിലാളി വിരുദ്ധ ലേബർ കോഡുകൾ പിൻവലിക്കുക, ഉന്നത വിദ്യാഭ്യാസ മേഖലയെ തകർക്കുന്ന നടപടികളിൽ നിന്നും കേന്ദ്ര സർക്കാർ പിന്മാറുക, തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിക്കുന്ന ബില്ല് പിൻവലിക്കുക, ഇൻഷുറൻസ് വിദേശവൽക്കരണ ബില്ല് പിൻവലിക്കുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഇവർ ഉന്നയിച്ചു. കോട്ടയത്ത് ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ ജീവനക്കാരും അധ്യാപകരും പ്രകടനം നടത്തി. തുടർന്ന് തിരുനക്കര ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന ധർണ കേരള NGO യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് MA അജിത് കുമാർ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ നാട്ടിലെ കോടിക്കണക്കിന് വരുന്ന തൊഴിലാളികളുടെ താല്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ടാണോ, നമ്മുടെ നാട്ടിലെ മഹാഭൂരിപക്ഷം വരുന്ന സ്ത്രീകളുടെ അവകാശങ്ങൾ സംരക്ഷിച്ചുകൊണ്ടാണോ, ന്യൂനപക്ഷങ്ങളുടെ താല്പര്യം സംരക്ഷിച്ചുകൊണ്ടാണോ, എല്ലാവരുടെയും വിശ്വാസ പ്രമാണങ്ങളെ ചേർത്ത് പിടിക്കുന്നതാണോ? ഉണ്ടാക്കുന്ന ഓരോ നിയമനിർമ്മാണത്തേക്കും സൂക്ഷ്മമായി പരിശോധിച്ചാൽ പക്ഷപാതപരമായ തീരുമാനങ്ങളിലേക്ക് പോകുന്നു. എല്ലാവരുടെയും താല്പര്യങ്ങൾക്ക് പകരം തങ്ങൾ ലക്ഷ്യം വയ്ക്കുന്ന നിക്ഷിപ്തമായ താല്പര്യങ്ങളുടെ പുറത്ത് മാത്രം
ചില വിഭാഗങ്ങളെ ഉയർത്തിക്കൊണ്ടുവരാൻ, ചില വിഭാഗങ്ങൾക്ക് കൂടുതൽ ആനുകൂല്യങ്ങൾ ലഭിക്കാൻ പര്യാപ്തമാവുന്ന രൂപത്തിലുള്ള നിയമനിർമ്മാണത്തിനാണ് ഇപ്പോൾ നമ്മുടെ പാർലമെന്റ് സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. MS സുരേഷ് അധ്യക്ഷനായി. KR അനിൽകുമാർ, TS അജിമോൻ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. ഒരു വാർഡ് 3 ജനപ്രതിനിധികൾ. മരങ്ങാട്ടുപള്ളി പഞ്ചായത്തിലെ 14-ാം വാർഡിനാണ് ഈ അപൂർവ നേട്ടം. മരങ്ങാട്ടുപള്ളി ഗ്രാമപഞ്ചായത്തിലെ 14-ാം വാർഡ് അപൂർവമായ ഒരു രാഷ്ട്രീയ പ്രത്യേകതയ്ക്ക് സാക്ഷിയാകുന്നു. പഞ്ചായത്ത് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട ഗ്രേസിക്കുട്ടി എബ്രഹാം ഉൾപ്പെടെ 3 ജനപ്രതിനിധികൾ ഒരേ വാർഡിലെ സ്ഥിരതാമസക്കാരെന്ന പ്രത്യേകതയാണ് 14-ാം വാർഡിനുള്ളത്. UDF സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച് വിജയിച്ച ഗ്രേസിക്കുട്ടി എബ്രഹാം പഞ്ചായത്ത് പ്രസിഡന്റായി ചുമതലയേറ്റപ്പോൾ മുൻ പഞ്ചായത്ത് മെമ്പറും നിലവിൽ 13-ാം വാർഡിലെ ജനപ്രതിനിധിയുമായ തുളസീദാസും 10-ാം വാർഡിൽ നിന്നും കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി വിജയിച്ച ജോസ്മോൻ ജേക്കബും ഇതേ വാർഡിലെ സ്ഥിരതാമസക്കാരാണ്. 23 വയസ്സുകാരനായ ജോസ്മോൻ ജേക്കബിന്റെ കന്നി തെരഞ്ഞെടുപ്പ് വിജയവും ശ്രദ്ധേയമായി. വിവിധ രാഷ്ട്രീയ പശ്ചാത്തലങ്ങളിലുള്ള 3 പേരും വികസന വിഷയങ്ങളിൽ രാഷ്ട്രീയ ഭേദമന്യേ ഒരുമിച്ച് പ്രവർത്തിച്ച് പഞ്ചായത്തിന്റെ സമഗ്ര പുരോഗതിക്ക് മുൻതൂക്കം നൽകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഒരു വാർഡിൽ നിന്ന് തന്നെ 3 ജനപ്രതിനിധികൾ പഞ്ചായത്തിന്റെ ഭരണ വികസന രംഗങ്ങളിൽ സജീവമായി ഇടപെടുന്ന സാഹചര്യം മരങ്ങാട്ടുപള്ളി ഗ്രാമപഞ്ചായത്തിന് പുതുമയാർന്ന പ്രതീക്ഷകൾ നൽകുന്നതായി നാട്ടുകാർ പറയുന്നു. ന്യൂസ് ബ്യൂറോ, പാലാ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പുതുവർഷ പുലരിക്ക് മണിക്കൂറുകൾ മാത്രം. ഓർമ്മകൾ ബാക്കിയാക്കി 2025 വിട പറയുന്നു. കോട്ടയം ജില്ലയ്ക്ക് ഇത് സമ്മിശ്രം. നാഗ്പൂരിലെ മലയാളി വൈദികരുടെ അറസ്റ്റ് അപലപിച്ചും പ്രതിഷേധം ഉയർത്തിയും കേരളത്തിലെ ക്രൈസ്തവ സഭകൾ. ആക്രമണങ്ങൾ അപലപനീയമെന്ന് പരിശുദ്ധ ബസേലിയോസ് മാർത്തോമാ മാത്യൂസ് തൃതീയൻ കാത്തോലിക്ക ബാവ. ചെറുവള്ളി പള്ളിപ്പടിക്ക് സമീപം KSRTCയുടെ വിനോദയാത്രാ ബസ് ഓടുന്നതിനിടെ കത്തി നശിച്ചു. യാത്രക്കാരെല്ലാം സുരക്ഷിതർ. അഗ്നിക്കിരയായത് മലപ്പുറത്തു നിന്നും ഗവിക്ക് പോയ വാഹനം. നേട്ടങ്ങളുമായി MG സർവകലാശാല 1,61 ലക്ഷം രൂപയുടെ 2 ഗവേഷണ പദ്ധതികൾ കരസ്ഥമാക്കി. പ്രമേഹ രോഗികളുടെ മുറിവുണക്കൽ മാർഗങ്ങളിൽ നിർണായകമാകുന്ന പദ്ധതിക്കും തുക. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.